ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സെനുദ്ദീൻ. പ്രധാന വാർത്തകൾ. തറക്കല്ലിടുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിൽ 20,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമായി. കൊൽക്കത്തയിൽ 15,400 കോടി രൂപയുടെ മെട്രോ റെയിൽ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കമിടും. കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറ ടെർമിനൽ നാളെ നാടിന് സമർപ്പിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിനും പസഫിക് മേഖലയിലും നാവികസേനയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്ത ഇന്ത്യൻ ആപ്ലിക്കേഷനുകൾ പുനഃസ്ഥാപിക്കുമെന്ന് ഗൂഗിൾ അറിയിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ആയുഷ് മേഖലയെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേരളത്തിൽ പ്രത്യേക ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ അസമിനെ തോൽപ്പിച്ച് മണിപ്പൂർ സെമിയിൽ. കേരളം മിസോറാം ക്വാർട്ടർ ഫൈനൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 സംസ്ഥാനങ്ങളിലെ ത്രിദിന പര്യടനം തുടരുന്നു. നാളെ കൊൽക്കത്തയിൽ 15,400 കോടി രൂപയുടെ വിവിധ മെട്രോ റെയിൽ കണക്ടിവിറ്റി പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. കൊൽക്കത്ത മെട്രോയുടെ ഹൌറ മൈതാനം മുതൽ എസ്പ്ലനേഡ് മെട്രോ സെക്ഷൻ, തരാതല മഹർജത് മെട്രോ സെക്ഷൻ തുടങ്ങിയവയുടെ വിപുലീകരണ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പശ്ചിമബംഗാളിലെ നോർത്ത് 24 പർഗനാസ് ജില്ലയിലെ ബരാസത്തിൽ പ്രധാനമന്ത്രി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. രാവിലെ 10 മണിക്ക് കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായി പ്രധാനമന്ത്രി മെട്രോ ഫ്ളാഗ് ഓഫ് ചെയ്യും. തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് ഭിന്നശേഷിയുള്ള കുട്ടികളുമായി ആദ്യ ട്രെയിൻ ആലുവ സ്റ്റേഷനിലേക്ക് പുറപ്പെടും. ആദ്യ ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷം നാളെ തന്നെ പൊതുജനങ്ങൾക്കായി തൃപ്പൂണിത്തുറയിൽ നിന്ന് ട്രെയിൻ സർവീസ് ആരംഭിക്കും. തറക്കല്ലിടുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2014 മുൻപ് ശിലാസ്ഥാപനത്തിന് ശേഷം അപൂർണമായി ഉപേക്ഷിച്ച പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. ഒഡീഷയിലെ ജാജ്പൂർ ജില്ലയിലെ ഛന്ദിഖോലിൽ 20,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. आज यहाँ 20,000 करोड़ रुपए की बड़ी परियोजनाओं का लोकार्पण हुआ है, शिलान्यास हुआ है. पेट्रोलियम, प्राकृतिक गैस और परमाणु ऊर्जा से जुड़ी योजनाएं हो, सड़क, रेलवे और परिवहन से जुड़ी योजनाएं हो, इन विकास कार्यों से यहाँ औद्योगिक गतिविधियां बढ़ेगी, रोजगार के नए अवसर पैदा होंगे. मैं इन परियोजनाओं के लिए ओडिशा के सभी लोगों को बहुत बहुत बधाई देता हूं. പാരാദീപ് ഹരിദാസ്പൂർ പാതയിൽ കേന്ദ്രപാര വഴി കിയോഞ്ചറുമായി ബന്ധിപ്പിക്കുന്ന മെമു ട്രെയിൻ ഉൾപ്പെടെ 3 പുതിയ ട്രെയിനുകളും ശ്രീ മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6,800 കോടി രൂപയിലധികം വരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. ഹൈദരാബാദിലെ സിവിൽ വ്യോമയാന ഗവേഷണ കേന്ദ്രം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 350 കോടിയിലധികം രൂപ ചെലവിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഗവേഷണ കേന്ദ്രം നിർമ്മിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് മേഖലയിലും ഇന്ത്യൻ നാവികസേനയുടെ കഴിവുകൾ വർദ്ധിച്ചു വരികയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഗോവയിലെ വെരമിൽ INS മാണ്ഡവിയിൽ ചോല എന്ന് പേരിട്ടിരിക്കുന്ന നേവൽ വാർ കോളേജ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കര, നാവിക, വ്യോമസേനകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ രാജ്യം തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് യുദ്ധവിമാനങ്ങളും ബോട്ടുകളും നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ചരിത്രകാലം മുതൽക്കേ രാഷ്ട്രീയവും സംസ്കാരവും തമ്മിൽ ബന്ധമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഷിപ്പിംഗ് സഹമന്ത്രി ശ്രീപദ് നായിക്, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുടുംബങ്ങൾ തുടർച്ചയായി രാജ്യം ഭരിക്കുന്നത് ഗുണകരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ ഒരു കുടുംബമാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും കുടുംബത്തിലെ 50ഓളം പേർ അധികാരം ആസ്വദിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ വിജയ് സങ്കൽപ് സഭയിൽ സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ. തനിക്ക് രാജ്യമാണ് ഒന്നാമത്, അതേസമയം കുടുംബ ഭരണത്തിൽ കുടുംബത്തിനാണ് പ്രഥമ പരിഗണന. തനിക്ക് ലഭിച്ച സമ്മാന വസ്തുക്കളും രാജ്യത്തിന് നൽകിയ 150 കോടി രൂപയും ലേലം ചെയ്തിട്ടുണ്ടെന്നും കുടുംബ ഭരണമുള്ളപ്പോൾ ഇത്തരമൊരു സംരംഭം നടക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ 140 കോടി ജനങ്ങളും തന്റെ കുടുംബമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഴിമതികൾ തുറന്നു കാട്ടിയതിനാണ് പ്രതിപക്ഷം തന്നെ വിമർശിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്ത ഇന്ത്യൻ ആപ്ലിക്കേഷനുകൾ പുനഃസ്ഥാപിക്കാൻ ഗൂഗിൾ തീരുമാനിച്ചതായി കേന്ദ്ര വിവര സാങ്കേതിക മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഗൂഗിൾ പ്രതിനിധികളുമായും നീക്കം ചെയ്ത ആപ്പുകളുടെ ഡെവലപ്പർമാരുമായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷാദി.com, ഭാരത് മാട്രിമോണി, ഇൻഫോ എഡ്ജ് എന്നിവയുൾപ്പെടെ പ്രമുഖ ഇന്ത്യൻ ടെക് കമ്പനികളുടെ നിരവധി ആപ്ലിക്കേഷനുകൾ അടുത്തിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ആപ്പ് ബില്ലിംഗ് നയം പാലിക്കാത്തതിനായിരുന്നു ഗൂഗിളിന്റെ നടപടി. ആയുഷ് മേഖലയെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ്. കേരളത്തിന് പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കും. ആയുഷ് മേഖലയുടെ വികസനത്തിനായി 532 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. NABH സർട്ടിഫിക്കേഷൻ നേടിയെടുത്ത 150 ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങൾക്കുള്ള NABH സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെൽ ആണ് കൊല്ലപ്പെട്ടത്. വടക്കൻ ഇസ്രായേലിൽ ലെബനൻ അതിർത്തിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 2 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. 2 മാസം മുൻപാണ് നിബിൻ ഇസ്രായേലിലെത്തിയത്. ഫാം ഹൌസിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഹിസ്ബുള്ള തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. കോഴിക്കോട് കക്കയത്ത് കൃഷിയിടത്തിൽ വെച്ച് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികൻ മരിച്ചു. പാലാട്ടിൽ എബ്രഹാമാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് ഇയാൾക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അറിവ്, ആത്മീയത, രാഷ്ട്രതന്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കുള്ള രാജനക് പുരസ്കാരം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ വെള്ളിയാഴ്ച വിതരണം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മാർക്ക് ഡിസ്കോവിസ്കിക്കും ശ്രീ നവജീവൻ രസ്തോഗിക്കും പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശിഷ്ടാതിഥിയാകും. സൻസദ് ഖേൽ മഹാകുംഭിന്റെ 3ാം ഘട്ടത്തിന് ഹിമാചൽ പ്രദേശിലെ ലുക്നു ക്രിക്കറ്റ് മൈതാനത്തിൽ കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ തുടക്കം കുറിച്ചു. രാജ്യത്തെ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മോദി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഫലമായി ഇന്ത്യൻ കായിക താരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നും ശ്രീ ഠാക്കൂർ ചടങ്ങിൽ പറഞ്ഞു. സൻസദ് ഖേൽ മഹാകുംഭിന്റെ 2ാം ഘട്ടത്തിൽ 45,000 യുവജനങ്ങളാണ് പങ്കെടുത്തത്. യുവജനങ്ങളെ മയക്കുമരുന്ന് പോലുള്ള ദുശീലങ്ങളിൽ നിന്നും അകറ്റി നിർത്താനും കായിക വിനോദങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കാനും ഈ പരിപാടി ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവലിന്റെ ഫൈനൽ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നടക്കുന്നു. യുവജന കായിക മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യുവശബ്ദം രാഷ്ട്ര പരിഷ്കരണത്തിനായി ഇടപെടുകയും ശാക്തീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിന്റെ വിചാരണ ആരംഭിച്ചു. $12 ബില്യൺ അഴിമതിയുടെ ഭാഗമായി 90 പ്രതികളാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സൈഗോൺ ജോയിന്റ് സ്റ്റോക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് $12 ബില്യൺ തട്ടിയെടുത്തതായാണ് റിയൽ എസ്റ്റേറ്റ് വ്യവസായി ട്രൂങ് മൈലാനും കൂട്ടാളികൾക്കും എതിരായ ആരോപണം. വഞ്ചന കുറ്റം കൂടാതെ കൈക്കൂലി നൽകിയതായും ബാങ്കിംഗ് ചട്ടങ്ങൾ ലംഘിച്ചതായും ലാനിനെതിരെ ആരോപണമുണ്ട്. ഹോച്ചിമിൻ സിറ്റിയിലെ പീപ്പിൾസ് കോടതിയിലാണ് വിചാരണ. പ്രതിരോധ ഉൽപാദന മേഖലയിൽ രാജ്യത്തിന്റെ പൊതു താൽപര്യത്തിന്മേൽ എല്ലാ പങ്കാളികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ. സൈനിക കാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഇംപെറ്റസ് ടു ഇൻഡിജിനൈസേഷന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ മണിപ്പൂർ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇറ്റാനഗറിൽ നടന്ന ക്വാർട്ടർ മത്സരത്തിൽ 1-7 ഗോളുകൾക്കാണ് അസമിനെ തകർത്ത് സെമിയിലെത്തിയത്. ഗോവയാണ് സെമിയിലെ എതിരാളികൾ. അവസാന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കേരളം മിസോറാമിനെ നേരിടുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തറക്കല്ലിടുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിൽ 20,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമായി. കൊൽക്കത്തയിൽ 15,400 കോടി രൂപയുടെ മെട്രോ റെയിൽ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കമിടും. കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറ ടെർമിനൽ നാളെ നാടിന് സമർപ്പിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് മേഖലയിലും നാവികസേനയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്ത ഇന്ത്യൻ ആപ്ലിക്കേഷനുകൾ പുനഃസ്ഥാപിക്കുമെന്ന് ഗൂഗിൾ അറിയിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ആയുഷ് മേഖലയെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേരളത്തിൽ പ്രത്യേക ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ അസമിനെ തോൽപ്പിച്ച് മണിപ്പൂർ സെമിയിൽ. കേരളം മിസോറാം ക്വാർട്ടർ ഫൈനൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.